ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ ആശുപത്രികളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് കമ്മിറ്റിയിലെ ഓഫീസ് അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നിയമനം നടത്തുന്നുണ്ട്. പ്രതിമാസ വേതനം 21,175 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ PGDCA മലയാളം ഇംഗ്ലീഷ് ടൈപ്പിങ്ങും കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ദ പ്രിൻസിപ്പൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 673008 എന്ന വിലാസത്തിൽ മെയ് 15 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ SSB ഡയാലിസിസ് കോംപ്ലക്സിലേക്ക് ഡയാലിസിസ് ടെക്നീഷ്യനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. 1 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ഉണ്ടായിരിക്കണം. കൂടാതെ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയാണ്. പ്രതിദിനം 750 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 17 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം MCH സെമിനാർ ഹാളിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഗവൺമെൻറ് ആയുർവേദ ഹോമിയോ ആശുപത്രികളിലേക്കും മറ്റു പദ്ധതികളിലേക്കുമായി ആയുഷ് മിഷൻ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഫിസിയോതെറാപ്പിയിൽ അംഗീകൃത സർവകലാശാല ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. പ്രതിമാസ വേതനം 21,000 രൂപയാണ് ലഭിക്കുക. ഉയർന്ന പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ മെയ് 16 രാവിലെ 9 മണിക്ക് എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. എഴുത്തു പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ നടക്കുന്നത് മെയ് 25 രാവിലെ 10 മണിക്കാണ്. 90 ദിവസത്തേക്കാണ് നിയമനം നടത്തുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജിയും ഉണ്ടായിരിക്കണം. കൂടാതെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസുകൾ അല്ലെങ്കിൽ ആരോഗ്യ സർവീസുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസുകൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കീഴിലുള്ള ആശുപത്രികളിൽ ECG അല്ലെങ്കിൽ TMT ടെക്നീഷ്യനായി 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള 18-നും 36-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ 1 വർഷ കാലാവധിയിൽ താൽക്കാലികമായി HDSന് കീഴിൽ TMT ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് VHSCയും കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ്. ECG TMT എന്നിവയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സ്റ്റൈപ്പൻഡായിട്ട് 10,000 രൂപ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ മെയ് 17 രാവിലെ 10:30 ഇന്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ HDSന് കീഴിൽ ട്രെയിനി ECG ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് VHSCയും കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ്. ECG ടെക്നീഷ്യൻ TMTയിലുള്ള പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സ്റ്റൈപ്പൻഡോടുകൂടി 1 വർഷ കാലാവധിയിലാണ് നിയമനം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം മെയ് 17 രാവിലെ 10:30 മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കരാർ വ്യവസ്ഥയിൽ CM ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവ് വന്നിട്ടുണ്ട്.
ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജിയും ആവശ്യമാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 2 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 23-നകം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ 1 വർഷ കാലാവധിയിൽ താൽക്കാലികമായി HDSന് കീഴിൽ റേഡിയോഗ്രാഫർ ട്രെയിനിമാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ഗവൺമെന്റ് അംഗീകൃത DMRT കോഴ്സ് പാസ്സായിരിക്കണം. 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസിസ് MRI വിഭാഗത്തിൽ മെയ് 17 രാവിലെ 10:30 എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയും 2 വർഷത്തെ സേവന പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മെയ് 15 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ആയുർവേദ കോളേജ് സ്വസ്ഥവൃത്ത വകുപ്പിൽ യോഗ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. മെയ് 16 രാവിലെ 11:30 ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. BNYS അല്ലെങ്കിൽ യോഗയിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ യോഗ ആൻഡ് നാച്ചുറോപ്പതി ടെക്നീഷ്യൻ എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.